ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോർട്സ് എടുത്തപ്പം കുക്ക് ചെയ്യുന്നതിൻ്റെത് ലോങ് വീഡിയോ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കാണിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് നമ്മളിങ്ങനെ വ്ളോഗ് പോലെ ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടെ രസം അതായിരിക്കുമല്ലോ. നല്ല കുക്കിംഗ് വീഡിയോസൊക്കെ വേറെ ഉണ്ടല്ലോ യൂട്യൂബിൽ. അപ്പോൾ നമ്മുടേത് വെറുതെ കുക്കിംഗ് കാണിച്ച് അങ്ങനെ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ട. അപ്പം നമുക്ക് വ്ളോഗ് ആകുമ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് ഇഷ്ടമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നിങ്ങനെ വ്ളോഗ് പോലെ എടുക്കാം അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ 10:45 കഴിഞ്ഞ സമയം കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു, ഇപ്പോൾ വരും പിന്നെ വരും എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം അത് പോയിട്ട് വാങ്ങിയിട്ട് വരാം. അപ്പോഴത്തേന് കറണ്ട് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 1 മണിയൊക്കെ ആകുമ്പോഴത്തേന് സച്ചുവിനെ എണീപ്പിക്കണം. സച്ചു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ ആ ഒരു സമയത്തിന് മുമ്പായിട്ട് ഇതുണ്ടാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴാണ് ഇനി കറണ്ട് വരുന്ന അറിയത്തില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ അടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തായിരുന്നു എൻ്റെ മുടി കളിച്ചില്ലേ. ഞാനിങ്ങനെ കണ്ണാടിയിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ എടുത്തപ്പോഴല്ലേ ബാക്കിൽ മുടി എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് വളർന്ന് അങ്ങനെ. പിന്നെന്താ പറയുന്നത്, ഞാനിങ്ങനെ നോക്കുമ്പോഴായിരുന്നേ എൻ്റെ ഹെയറൊക്കെ കണ്ടോ അപ്പർ ലിപ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലാവുന്നു എന്ന് തോന്നുന്നു. കഴിഞ്ഞ മാസം ചെയ്തില്ലേ എനിക്ക് ഡൗട്ട്. അപ്പോൾ ഇന്നിനിപ്പോൾ ഞാൻ തെങ്കാശിയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ തെങ്കാശി പോകത്തില്ലായിരിക്കും. ഇല്ല, നാളെ എങ്ങാനും പോയിട്ട് ചെയ്യാം. ഇതൊരു വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഇന്നത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കട്ടെ. നിങ്ങളെയും കൊണ്ടുപോകാം. എനിക്ക് മെയിനായിട്ട് അരി വാങ്ങിക്കണമായിരുന്നു. ഈ റോസരി ഉണ്ടല്ലോ, ഇതാട്ടോ വാങ്ങിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചേ 57 രൂപയുടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയുടെ കുറച്ച് ഐറ്റംസ് കുറച്ച് മതി എനിക്ക്. അടുത്ത ആഴ്ചത്തേക്ക് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ വാങ്ങിക്കാനുള്ളായിരുന്നു. വെള്ളി, ശനി, ഞായർ ഈ ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. ഇന്ന് വന്നപ്പം കണ്ടോ ലെറ്റ്യൂസ് ലീഫ് ഇരിപ്പുണ്ടായിരുന്നു. അന്നില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചൈനീസ് ക്യാബേജ് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് അയ്യോ എവിടുന്നാ ഓടുന്നേ കിക്കേ ഉറക്കം എണീറ്റ് സ്കൂളിൽ പോകണ്ട കേട്ടോ. നമുക്ക് അവധിയാണ്, 1 വീക്ക് അവധിയാണ്. ഓണത്തിന് അവധിയില്ലല്ലോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് നിൽക്കുന്ന കോല. അപ്പോൾ തന്നെ ഡെസ്കിൻ്റെ അടിയിൽ കയറി വിളിച്ച് ഞാൻ വരുന്ന കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ അമ്മ അത് ഡിലീറ്റ് ചെയ്തോളാം. അപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്ന് കറണ്ട് വന്നു കേട്ടോ. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇപ്പോൾ 11:30 ആയി കേട്ടോ. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. നമ്മൾ വീക്കെൻഡിലാണല്ലോ, വെള്ളി, ശനി, ഞായർ ആ ദിവസങ്ങളിലൊക്കെയാണ് എനിക്ക് വേണ്ടുന്ന സാധനമൊക്കെ പോയി വാങ്ങിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കുറച്ച് സാധനം കൂടെ ഒക്കെ വാങ്ങി. അപ്പോൾ ഞാൻ പോയിട്ട് ഇനി നമുക്ക് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കിച്ചണിൽ വന്ന് ഇനി നേരെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചിക്കൻ അവിടെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. വലിയ പരിപാടി ഒന്നുമില്ല കേട്ടോ, എളുപ്പമാണ് ചെയ്യാനായിട്ട്. എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലേ. അതിൻ്റെ പേര് ചിക്കൻ ചീസ് ഫ്രൈസോ അതോ ചീസി ഫ്രൈസോ അങ്ങനെ എന്തോ ഒരു പേരാണ്. ഞാൻ നോക്കിയിട്ടൊന്നുകൂടെ പറയാവേ. അതിൻ്റെ പേര് ലോഡഡ് ചിക്കൻ ഫ്രൈസ് എന്നാട്ടോ. ഞാനിങ്ങനെ റീൽസിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ച് ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രീസറിൽ ഇരിപ്പുണ്ട്. നമുക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്ത് അന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. എൻ്റെ ഇപ്പോൾ ഫ്രീസറിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള ഇരിപ്പുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അതും കൂടെ ആകുമ്പം ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടി പോകും. അത് മാത്രമല്ല ഇന്ന് എനിക്ക് ഉണ്ടാക്കി കാണിക്കാനായിട്ടുള്ള സമയമില്ല. പിന്നെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഫ്രഞ്ച് ഫ്രൈസ് പാക്കറ്റിലുള്ളത്. അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 250 ഗ്രാമൊക്കെ വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബോൺലെസ് ആണ്. അതിലോട്ട് കുറച്ച് ഉപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പെപ്പർ പൗഡർ ഉണ്ടല്ലോ, അതൊരു 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടിരുന്ന് സെറ്റാവും. അതിനുശേഷം നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു ബട്ടർ ഒന്ന് ചൂടായിട്ട് വരണം.
എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനവിടെ 2 ക്യാമറ വെച്ചിട്ടാട്ടോ ഷൂട്ട് ചെയ്യുന്ന. ഒന്ന് ലോങ് വീഡിയോയ്ക്കും ഇപ്പോൾ ഇത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. 2 ക്യാമറയും കൂടി ഇങ്ങനെ വെച്ചിട്ടൊക്കെ. ആരെങ്കിലും ഷൂട്ട് ചെയ്ത് വന്നാൽ കൊള്ളാമായിരുന്നു. പിന്നെ സച്ചു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുവാണ്. കിക്കിയെയും ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ റിംഗ് ലൈറ്റും ക്യാമറ എല്ലാം കൂടെ എന്തെങ്കിലും തട്ടിയിട്ട് കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല. എന്നിട്ട് അപ്പോൾ എന്താ ബട്ടറൊക്കെ ഒന്ന് ചൂടായിട്ട് വന്ന് 1 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മൈദ ഇട്ട് കൊടുത്താൽ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. ഞാൻ കൈ എടുത്തില്ലേ, തീ കുറച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഞാനൊരു ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കൈ എടുക്കാതെ ഇളക്കണം എന്ന് വെച്ചാൽ അടുക്കി പിടിക്കരുതെന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അവിടെ കിക്കി സൈഡിൽ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് വെച്ച് അമ്മ ഒരു ഉമ്മ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്ന് വെച്ചാൽ എൻ്റെ ഇടയ്ക്ക് വരും എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ തൊട്ട് തക്കാനോ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ അമ്മ ഒരു ഉമ്മ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഉമ്മ വാങ്ങിയിട്ട് പോയതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിപ്പം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ലേ, അങ്ങനെ എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. സ്ലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ചീസ് ഉണ്ടല്ലോ, നോർമൽ നമ്മൾ യൂസിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്. ചിലരൊക്കെ ചെഡാർ ചീസോ മൊസറല്ല ചീസോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്ന കാണാം. എൻ്റെ കയ്യിൽ നോർമലായിട്ടുള്ള ചീസായിരുന്നു. 3 സ്ലൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് 3 വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ 3 കൂടെ ആഡ് ചെയ്ത് കൊടുത്ത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ ഇന്നാൻ തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അതിനുശേഷം കുറച്ച് ചില്ലി പൗഡർ ഉണ്ടല്ലോ, കാശ്മീരി ചില്ലി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ചെറിയൊരു കളർ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. അത് വൈറ്റ് കളറാണല്ലോ. അപ്പോൾ ഇത് ലൈറ്റ് ഒരു കളർ, വേറൊരു കളർ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ട് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നവരും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതൊന്നും ഇട്ട് കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ നല്ല ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതോടെ ഞാൻ ഒരു പാത്രത്തിൽ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിക്കഴിഞ്ഞാൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മുടെ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു സംഭവം ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് 3 പേർക്ക് കഴിക്കാനായിട്ട് അത്രയും മതിയാവും. അതുകൊണ്ടാണ് അത്രയും ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് മയനൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇപ്രാവശ്യം ഞാൻ മയനൈസ് ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഗാർലിക്ക് അല്ലാത്തപ്പോൾ നമ്മൾ ഒരു ഗാർലിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഗാർലിക്കിൻ്റെ ആ ഒരു ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതുപോലെ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്രാവശ്യം മയനൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും അവിടെ റെഡിയാവും, മയനൈസും റെഡിയാവും. അങ്ങനെ അപ്പോൾ ദാണ്ടേ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് 4 എടുത്തത്. അത് നമ്മൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ 1 കപ്പ് വേണം എന്നില്ല, അത്രയും 1 കപ്പ് വരെ വേണ്ട, ഒരു 3/4 കപ്പൊക്കെ മതിയാവുമായിരിക്കും. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചടിച്ച് എടുക്കണം. കുറച്ചൊഴിക്കണം, അടിച്ചെടുക്കണം. അങ്ങനെ അതിപ്പോൾ ഞാൻ ഇനിയിപ്പം അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അത് ചെയ്യുകയാണ് കേട്ടോ. അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെ ആ ചിക്കനും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മയനൈസ് അടിച്ചെടുത്തതാണ് കേട്ടോ. അതും ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ വീഡിയോ കൂടെ എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ലെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സോസുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസിൽ ഉപ്പില്ല കേട്ടോ, നമ്മളല്ലാതെ കഴിക്കുമ്പം കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. ഇന്നിപ്പോൾ ഈ സോസിനൊക്കെ നല്ല ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മുടെ നേരത്തെ ചീസിൻ്റെ ആ ഒരു സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മയനൈസ് എടുത്ത് വെച്ചത് അതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ആദ്യം ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് വരുന്നില്ല, 1-2 ഡ്രോപ്പായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ 2ാമത്തെ ലെയർ ഒഴിച്ചപ്പോൾ അതും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത സെറ്റ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെയറിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇതുപോലെ തന്നെ 2ാമതൊരു ലെയർ കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സച്ചുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കേട്ടോ.
പിന്നെ ഉറക്കത്തിൽ നിന്ന് നേരെ എണീറ്റ് ക്യാമറയിലോട്ട് വരാൻ അങ്ങനെ പറയണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചില്ല. ഞാനും കിക്കിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. സച്ചു അവിടെ ഫ്രഷ് ആയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമൊക്കെ ട്രൈ നോക്ക്. എന്നും നമ്മളിതൊന്നും കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ പോയിട്ട് ഒരുപാട് പൈസ ഒന്നും കളയാതെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത്രയും സോസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഇല്ലാതിരിക്കുമോ പിന്നെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.